Dear students, in the last class we saw the working of a half wave rectifier. Today we will see center tap full wave rectifier and bridge full wave rectifier. A full wave rectifier is an electric circuit that converts AC to DC over the complete cycle. അത് ഈ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല്ലേ? ഫുൾ വേവ് കംപ്ലീറ്റ് AC സൈക്കിളിനെ DC ആക്കി മാറ്റാൻ കഴിവുള്ള സർക്യൂട്ടാണ് ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വെച്ചിട്ട് തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയും ഒരു ഡയോഡ് മതിയാകില്ല, രണ്ടെണ്ണം വേണ്ടിവരും. ഈ ഫുൾ വേവ് റെക്ടിഫയർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, സെൻറ്റർ ടാപ്പും ബ്രിഡ്ജും. ഫസ്റ്റ് നമ്മൾ സെൻറ്റർ ടാപ്പിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എന്താണെന്ന് നമുക്കറിയാം. അത് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ആയിട്ടുള്ള രണ്ട് രീതിയിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൻറ്റർ ടാപ്ഡ് എന്താണെന്നുള്ളത് നമ്മൾ ഇന്ന് പഠിക്കും. ഇനി 2 ഡയോഡ്സും വേണം. അത് മാത്രമല്ല, ഒരു ലോഡിൻ്റെ അക്രോസ് ആയിട്ടാണ് നമ്മൾ DC ഔട്ട്പുട്ട് മെഷർ ചെയ്യുക. അതിനൊരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസും ഉണ്ടാവും. RL എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന റെസിസ്റ്റീവ് ലോഡ്. Center tapped transformer is a normal transformer with a slight modification. It has an additional wire connected to the exact center of the secondary winding. ഈ ഫിഗർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് പ്രൈമറി വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമർ, ഇതാണ് സെക്കൻഡറി വൈൻഡിങ്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണമെങ്കിൽ സെക്കൻഡറി വൈൻഡിങ് പ്രൈമറി വൈൻഡിങ്ങിൻ്റെ നമ്പറിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെയുള്ള ലൂപ്പിനേക്കാളും കുറവ് ലൂപ്പ് ഇവിടെ കാണുന്നത്. കറക്റ്റ് നടുഭാഗത്തായിട്ട് ഒരു വയർ കണക്റ്റഡ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ദ AC വോൾട്ടേജ് വിച്ച് ഇസ് ദി ഇൻപുട്ട് വെൻ ഇറ്റ് ഈസ് ഗിവൺ ടു ദ ട്രാൻസ്ഫോമർ, നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സെക്കൻഡറി വൈൻഡിങ്ങിൽ കൂടെ എടുക്കുമ്പോൾ ദ വോൾട്ടേജ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വോൾട്ടേജസ്, നെയിംലി പ്ലസ് വോൾട്ടേജ് VA ആൻഡ് മൈനസ് വോൾട്ടേജ് VB. ഈ സെൻറ്റർ ടാപ്പ് കണക്ഷനും ഈ 1 എന്ന് പറഞ്ഞ ടെർമിനലും തമ്മിലുള്ള വോൾട്ടേജിനെ VA, അതായത് പോസിറ്റീവ് വോൾട്ടേജ് ആയിട്ടും ഇവിടെയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ VB, അതായത് നെഗറ്റീവ് വോൾട്ടേജ് ആയിട്ടും ഈ സെൻറ്റർ ടാപ്പ് കണക്ഷൻ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ വോൾട്ടേജിനെ എപ്പോഴും നമുക്ക് VA പ്ലസ് VB എന്ന് എഴുതാം. അപ്പോൾ ഇത് നിങ്ങളൊരു സീറോ പൊട്ടൻഷ്യലായിട്ട് കാണുക. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇത് പ്ലസ് ആയിരിക്കും, ഇതിനെ സംബന്ധിച്ച് ഇത് മൈനസ് ആയിരിക്കും, അങ്ങനെ. അപ്പോൾ പ്ലസ്, സീറോ, മൈനസ് അങ്ങനെയുള്ള രീതിയിൽ ഒരു വോൾട്ടേജ് ഡിവിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ടോട്ടൽ വോൾട്ടേജ് VA പ്ലസ് VB ആണ്. ഇതാണ് ഒരു സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷനെ കാണിക്കുന്ന ഫിഗർ. ഈ ഫിഗർ നിങ്ങൾ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഫുൾ വേവ് സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമറിൻ്റെ ഫുൾ വേവ് സെൻട്രൽ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, പ്രൈമറി വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമർ, സെക്കൻഡറി വൈൻഡിങ്. പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മൾ AC ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നു. ഫസ്റ്റ് ഡയോഡ് D1, സെക്കൻഡ് ഡയോഡ് D2. ഇങ്ങനെ ഒരു കണക്ഷൻ സെൻട്രൽ ടാപ്പിൽ നിന്ന് ഈ 2 ഡയോഡിൻ്റെയും കണക്ഷനിലേക്കാണ് നമ്മൾ റെസിസ്റ്റീവ് ലോഡ്, അതായത് ലോഡ് കണക്ട് ചെയ്യുന്നത്. അതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ DC ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. CT എന്ന് പറഞ്ഞാൽ സെൻട്രൽ ടാപ്ഡ്. Now let us see the working of the center tapped full wave rectifier. We apply an AC input voltage to the input transformer. During the positive half cycle of the AC voltage, terminal 1 will be positive, center tap will be 0 and terminal 2 will be negative potential. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് പോസിറ്റീവും ഇത് സീറോയും ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ P റീജിയൻ പ്ലസും ഇതിൻ്റെ N റീജിയൻ മൈനസും ആയിട്ടാണ് കണക്റ്റഡ് ആവുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫോർവേഡ് ബയസ്ഡ് ആവും, ഇത് കറണ്ട് കണ്ടക്ട് ചെയ്യും അല്ലേ. അപ്പോൾ കറണ്ട് കണ്ടക്ട് ചെയ്ത് ഇങ്ങനെ പോയി കറണ്ടിൻ്റെ കണ്ടക്ഷൻ്റെ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഡയോഡിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ P റീജിയൻ നെഗറ്റീവും N റീജിയൻ പോസിറ്റീവുമാണ് അല്ലേ. ഇതിനെ സംബന്ധിച്ച് 0 എന്ന് പറയുന്നത് പോസിറ്റീവാണ്, മൈനസിനെ സംബന്ധിച്ച്. അപ്പോൾ ഇത് റിവേഴ്സ് ബയസ്ഡ് ആയതുകൊണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D2 കണ്ടക്ട് ചെയ്യില്ല. ഫോർവേഡ് ബയസ് D1 cause the current to flow through it as shown in the figure. Direction of the current is shown in the figure. ഇവിടെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, റെസിസ്റ്റീവ് ലോഡിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് അല്ലേ. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എന്ന് നമുക്ക് തൽക്കാലം വെക്കുകയാണെങ്കിൽ
During this time, D2 diode, second diode will be in reversed biased condition and current will not flow through it. That is the case of positive half cycle. What will happen in case of negative half cycle? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം നടക്കൂലേ? During negative half cycle of the AC input voltage, terminal 2 will be positive with relative to terminal 2 and center tap. 0നെയും പ്ലസിനെയും സംബന്ധിച്ച് ഇതാണ് പ്ലസ്, ഇതാണ് മൈനസ്. അപ്പോൾ D2 ഫോർവേഡ് ബയസ്ഡ് ആവും, D1 റിവേഴ്സ് ബയസ്ഡ് ആവും. D2 കറണ്ട് കണ്ടക്ട് ചെയ്യും. കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ് എപ്പോഴും, ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുക അല്ലേ? അപ്പോൾ ഈ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റെസിസ്റ്റീവ് ലോഡിൽ കൂടെയാണ് നമ്മൾ കറണ്ട് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്താ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 കണ്ടക്ട് ചെയ്താലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2 കണ്ടക്ട് ചെയ്താലും RL കൂടി എപ്പോഴും കറണ്ട് ഒരേ ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്. അതാണ് നോട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D1 conducts, during negative half cycle D2 conducts. As a result of both half cycles are allowed to pass through the RL, resistive load. Also, the current through the load resistance is always in the same direction. The average output DC voltage here is almost twice the DC output voltage of half wave rectifier. കാരണം ഹാഫ് വേവ് റെക്ടിഫയർ ഒരു പകുതി മാത്രമേ DC ആക്കി കൺവേർട്ട് ചെയ്തിരുന്നുള്ളൂ. ഇവിടെ നമ്മൾക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, രണ്ട് ഹാഫ് വേവ്സും, അതായത് ഒരു ഫുൾ വേവും നമ്മൾ DC ആയിട്ട് ഒരേ ഡയറക്ഷനിലേക്ക് മാറ്റുകയാണ്. ഇവിടെ കണ്ടോ, ഈ താഴേക്കായിരുന്ന കറണ്ടും കൂടി നമ്മൾ മുകളിലേക്കാക്കി. കാരണം D1ലും D2ലും രണ്ട് സമയത്തായിട്ട് ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വീണ്ടും നമുക്കറിയാം പൾസേറ്റിംഗ് ആണ്. പൾസേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്യാരക്ടർ ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ പ്ലസിലും മൈനസും ഉണ്ടായിരുന്നതിൽ കംപ്ലീറ്റ് നമുക്ക് പ്ലസിലേക്ക് ആക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 കണ്ടക്ട് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2 കണ്ടക്ട് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. രണ്ടും കൂടി സം ചെയ്യുന്ന സമയത്തുള്ള ടോട്ടൽ ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ Y ആക്സിസിൽ കറണ്ടും X ആക്സിസിൽ ടൈമുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. Now let us see what is a full wave bridge rectifier. Bridge rectifierൽ 4 or more diodes ഉണ്ടാവും. അതിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ മെയിൻലി 4 diodes, റെസിസ്റ്റീവ് ലോഡ്. സർക്യൂട്ട് ഡയഗ്രാം ഈസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. നിങ്ങൾക്ക് കാണാം 4 ഡയോഡ് ഉണ്ട്. അത് ഇതേപോലെ തന്നെ കണക്ട് ചെയ്താലേ നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ ആവശ്യമില്ല. ഇതാണ് നമ്മുടെ AC ഇൻപുട്ട് വോൾട്ടേജ്. DC ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആണ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ കിട്ടിയ പോലെ തന്നെയുള്ള ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. എങ്ങനെയാണ് വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. We apply AC across the bridge. During positive half cycle, terminal 1 becomes positive, terminal 2 becomes negative. അപ്പോൾ current will flow from 1 to 2. അല്ലേ? ഏത് ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുക? ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, ഈ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ ഇതിലെ സ്പ്ലിറ്റ് ചെയ്യുന്ന കറണ്ടിനെ ഇവൻ ബ്ലോക്ക് ചെയ്യും, ഇതിലെ പോകുന്ന കറണ്ടിനെ ഇവൻ പാസ് ചെയ്യാൻ സമ്മതിക്കും. അങ്ങനെ കറണ്ട് ഇവിടെ എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഈ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണ് അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന കറണ്ടിനെ അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അങ്ങനെ പോയി ഇവിടെ വീണ്ടും ഫോർവേഡ് ബയസ്ഡ് ആണ്. ഈ C കണ്ടക്ട് ചെയ്യും. അങ്ങനെ 2ലെത്തി അത് തിരിച്ചു വന്ന് നെഗറ്റീവിൽ അവസാനിക്കും. ഇതാണ് നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ. സോ A and C are forward biased here. This one and this one will be reverse biased. A and C are forward biased, current will pass through it. Meanwhile, B and D, ഇതാണ് B യും ഇതാണ് D ട്ടോ, reverse biased and current is blocked through them. So the current will flow from 1 to 4 to 3 to 2. Okay, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, കറണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഈ റെസിസ്റ്റൻസിൽ കൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിള് ഈ രണ്ട് ഡയോഡിൽ കൂടെയും പാസ് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് ഈ റെസിസ്റ്റൻസിൽ കൂടെ പാസ് ചെയ്യുന്നതിനെ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അതേപോലെ നമുക്ക് കിട്ടും.
ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിക്കുക? ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ടെർമിനൽ 1 വിൽ ബി നെഗറ്റീവ്, ടെർമിനൽ 2 വിൽ ബി പോസിറ്റീവ്. ദിസ് വിൽ കോസ് B and D ടു ബി ഫോർവേഡ് ബയസ്ഡ് ആൻഡ് A and C ടു ബി റിവേഴ്സ് ബയസ്ഡ്. അപ്പോൾ പോസിറ്റീവ് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, ഇങ്ങനെ പോയി ഇത് ഫോർവേഡ് ബയസ്ഡ് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആണ് ഇവിടെ. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവിനോട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് റിവേഴ്സ് ബയസ്ഡ് ആണ് അല്ലേ? അതേപോലെ തന്നെ പോസിറ്റീവ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് റിവേഴ്സ് ബയസ്ഡ് ആണ്. അപ്പോൾ B and D ആർ റിവേഴ്സ് ബയസ്ഡ്, ബട്ട് A and C വിൽ ബി റിവേഴ്സ് ബയസ്ഡ്. സോറി, B and D will be forward biased. So the current will be passing in this direction again from right to left in RL. So the current flow is from 2 to 4 to 3 to 1. Okay. ഔട്ട്പുട്ട് വേവ് ഫോംസ് y ആക്സിസിൽ കറണ്ടും എക്സ് ആക്സിസിൽ ടൈമുമാണ്. ആണെങ്കിൽ നമുക്ക് ഫുൾ വേവ് സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയറിന് കിട്ടിയ പോലെ തന്നെയുള്ള ഔട്ട്പുട്ട് വേവ് ഫോം നമുക്ക് കിട്ടും. എയും സിയും കണ്ടക്ട് ചെയ്യും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ, ബിയും ഡിയും കണ്ടക്ട് ചെയ്യും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ. അങ്ങനെ ഈ നെഗറ്റീവ് ഡയറക്ഷനിലുള്ള കംപ്ലീറ്റ് കറണ്ടിനെ നമ്മൾ ഫുള്ളി പോസിറ്റീവ് ഡയറക്ഷനിലാക്കി മാറ്റി. പക്ഷെ പൾസേറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ഇവിടെയും നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിവേ വി കൺവേർട്ടഡ് ദ ഫുൾ AC cycle into DC cycle. What are the advantages of full wave rectifiers? ഈ full wave എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സെൻറ്റർ ടാപ്പും ബ്രിഡ്ജും ഉൾപ്പെടും. ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ഹാവ് ഹൈ റെക്ടിഫയിങ് എഫിഷ്യൻസി ദാൻ ഹാഫ് വേവ് റെക്ടിഫയർ. അത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ? ഹാഫ് വേവ് റെക്ടിഫയർ എന്ന പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹാഫ് വേവ് മാത്രമേ അത് DC-യിലേക്ക് കൺവേർട്ട് ചെയ്യുള്ളൂ. അതേസമയം ഫുൾ വേവ് 2 ഹാഫ് വേവ്സും കൺവേർട്ട് ചെയ്യും DC-യിലേക്ക്. This means that they convert AC to DC more effectively. They have low power loss because no voltage signal is wasted in the rectification process. Output voltage of center tap full wave rectifier has lower ripples than the half wave rectifier. റിപ്പിൾ ഫാക്ടർ കുറവായിരിക്കും. ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഈ എഫിഷ്യൻസി, റെക്ടിഫയിങ് എഫിഷ്യൻസിയും റിപ്പിൾ ഫാക്ടറും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഡിസഡ്വാൻറ്റേജസ് ഇസ് ദാറ്റ് ഫസ്റ്റ് സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയറിലുള്ള സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോമർ കൂടുതൽ എക്സ്പെൻസീവ് ആണ്, കൂടുതൽ സ്ഥലം ഓക്യുപ്പൈ ചെയ്യുകയും ചെയ്യും. ഹോംവർക്കായിട്ട് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിയും റിപ്പിൾ ഫാക്ടറും കാൽക്കുലേറ്റ് ചെയ്യണം. ബ്രിഡ്ജിനും സെൻട്രൽ ടാപ്പിനും ഒരേ കാൽക്കുലേഷനാണ്. കാരണം ഫുൾ വേവും AC-യിൽ നിന്ന് DC-യിലേക്ക് കൺവേർട്ടഡ് ആവുകയാണ്. തിയറി രണ്ടിനും സെയിം ആണ്. അപ്പോൾ രണ്ടിനും കൂടി ഒരു കാൽക്കുലേഷൻ മതി. റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിക്ക് ഒരു കാൽക്കുലേഷൻ, റിപ്പിൾ ഫാക്ടറിന് ഒരു കാൽക്കുലേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തതുപോലെ അല്ല ചെയ്യേണ്ടത്. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിയും റിപ്പിൾ ഫാക്ടറും നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അതേ സ്റ്റെപ്സ് യൂസ് ചെയ്ത് തീറ്റനെ ഒമേഗ ടിയിലേക്കൊന്നും കൺവേർട്ട് ചെയ്യാതെ നമ്മൾ എങ്ങനെയാണോ ഹാഫ് വേവ് റെക്ടിഫയർ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് അതേപോലത്തെ സ്റ്റെപ്സ് യൂസ് ചെയ്ത് നിങ്ങൾ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി റിപ്പിൾ ഫാക്ടറും കണ്ടുപിടിക്കുക. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം ടെക്സ്റ്റ് ഉപയോഗിക്കുക. താങ്ക് യു.